നമസ്കാരം. സ്പോർട്സ് ഇഞ്ചുറികളിൽ ഏറ്റവും കോമൺ ആയി കാണുന്ന ഒരു ഇഞ്ചുറിയാണ് ആൻറ്റീരിയർ ക്രൂഷ്യേറ്റ് ലിഗമെൻറ്റ് അഥവാ ACL ഇഞ്ചുറീസ്. കാൽമുട്ടിൽ പ്രധാനമായിട്ടും 4 ലിഗമെൻ്റാണ് ഉള്ളത്. അതിൽ മെയിനായിട്ടുള്ള അല്ലെങ്കിൽ സെൻട്രൽ സ്ഥിതി ചെയ്യുന്ന ലിഗമെൻ്റാണ് ആൻറ്റീരിയർ ക്രൂഷ്യേറ്റ് ലിഗമെൻറ്റ്. ഇത് കൂടുതലും സ്പോർട്സ് കളിക്കാരിലാണ് കണ്ടുവരുന്നത്. പിവറ്റിംഗ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സഡൻ ഡയറക്ഷൻ ചേഞ്ച് ഉള്ള സ്പോർട്സുകൾ, അതായത് ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, ഷട്ടിൽ എന്നുള്ള കളിക്കാരിലാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത്. ഈ ഒരു ഇഞ്ചുറി സംഭവിച്ചാൽ അതിൽ കാണുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ മുട്ടൽ, കാൽമുട്ടൽ, നീര്, വേദന, നടക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ കാൽമുട്ട് തെറ്റിപ്പോണൊരവസ്ഥ, ഇഞ്ചുറി പറ്റുന്ന സമയത്ത് മുട്ടിലുണ്ടാകുന്ന ഒരു പൊട്ടൽ ശബ്ദം, ഇതൊക്കെയാണ് ഇതിൽ പ്രധാനമായും കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. ഏകദേശം 50% ആളുകളിലും ACL ഇഞ്ചുറികളോടൊപ്പം തന്നെ മുട്ടിലുള്ള മറ്റ് ഘടനകളിലും ഇഞ്ചുറികൾ സംഭവിക്കുന്നുണ്ട്. അതായത് കാർട്ടിലേജ്, മെനിസ്കസ്, മറ്റ് ലിഗമെൻറ്റ്സ്, എല്ലിൽ ചതവ് എന്നിങ്ങനെ ഉള്ള മറ്റ് ഘടനകളിലും ഇഞ്ചുറികൾ കണ്ടുവരുന്നുണ്ട്. നോർമലി ഇങ്ങനത്തെ ഒരു പേഷ്യൻ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ക്ലിനിക്കലി എക്സാമിൻ ചെയ്യും. മുട്ടിൽ ഈ പറഞ്ഞ പോലെ അസ്ഥിരതകളുണ്ടെങ്കിൽ നമ്മൾ പേഷ്യൻറ്റ് ഫർദറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. സ്കാനിങ് ചെയ്യേണ്ടതാണ്. സ്കാനിങ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഇഞ്ചുറീനെ ഏത് തരത്തിൽ ഉള്ള ഇഞ്ചുറിയാണ് നമ്മളത് ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് ACL വലിഞ്ഞതാണോ അതോ പാർഷ്യൽ ടയർ ഭാഗികമായിട്ട് പൊട്ടിയിട്ടുണ്ടോ പൂർണ്ണമായിട്ടും പൊട്ടിയിട്ടുണ്ടോ എന്നാണ് നമ്മൾ തരംതിരിക്കുന്നത്. ഓരോ ഗ്രേഡ് അനുസരിച്ചാണ് ഓരോന്നിനും ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്തു വരുന്നത്.